സ്ത്രീകൾക്ക് വേണ്ടി സംസാരിച്ച് ഒന്ന് എയറിൽ കയറിയ ഒരു വ്യക്തിയാണ്. ഭംഗിയുണ്ട്, നല്ല സുന്ദരിയായിട്ടുണ്ട്. ബഹുമാനം കൊടുക്കുക അല്ല, ആ ബഹുമാനം കൊടുക്കുക എന്ന് എന്തെങ്കിലും ബഹുമാന കുറവുണ്ടായിട്ടുണ്ടോ? മലയാളികൾ പ്രബുദ്ധ ജനങ്ങൾ എന്നൊക്കെ പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല. അവിടെയല്ലേ നിങ്ങളുടെ സ്ത്രീകളുടെ ഏറ്റവും വലിയൊരു വീഴ്ച വരുന്നത്? സ്ത്രീയെ കുറിച്ചുള്ള സാമൂഹിക ചിന്താഗതി ഭയങ്കര ബാക്ക്വേർഡാണ് ഇപ്പോഴും. 12 വർഷങ്ങൾക്ക് മുമ്പ് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇതേ അധ്യാപകൻ ആ കുട്ടിയുടെ ഒരു ബൈറ്റ് വേണം, പല പെൺകുട്ടികളും ഇത് അനുഭവിക്കായിരുന്നു എന്നൊരു ചിന്തൻ. അപ്പോൾ റേപ്പ് ആണെങ്കിൽ പിന്നെ നമുക്ക് എനിക്കൊന്ന് മെഡിക്കൽ ചെക്കപ്പിൽ അത് മനസ്സിലാക്കും. അല്ലാതെ എന്തെങ്കിലും ഒരു ഐ ആം ഓൾസോ പാർട്ട് ഓഫ് ദാറ്റ്. എന്തുമാത്രം നമ്മൾ അപമാനിക്കും എന്നുള്ളത് കണ്ടില്ലേ. ഞാൻ അവനോടും ക്ഷമിക്കില്ല ഒരു കാരണവശാലും. സമൂഹത്തിൽ ഇപ്പോഴുണ്ട് എന്ന് സ്വന്തം ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കിയ ഒരാളാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു ബെലേസൺ മാഗസിൻ. ദിസ് ഈസ് ആർജു കിരൺ വിത്ത് യു. ഇന്ന് നമ്മുടെ കൂടെ ഒരു വിശിഷ്ട അതിഥിയുണ്ട്. അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ ഷീസ് എൻ ആക്ട്രസ്, ഡാൻസർ, ആങ്കർ, ജേർണലിസ്റ്റ്, മോർ ഓവർ ദാൻ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിച്ച് എയറിൽ കയറിയൊരു വനിതയും കൂടിയാണ്. യെസ്, വെൽക്കം ടു അവർ ഷോ റിനി ആൻഡ് ജോർജ്. വെൽക്കം ടു അവർ ഷോ. ഈ പേര് പറഞ്ഞപ്പോൾ തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് തോന്നിയത് സാഗർ ഏലിയാസ് ജാക്കി, അതുപോലെയാണ് റിനി ആൻഡ് ജോർജ്. എന്താണ് ഈ പേരിന്റെ ബാക്കിലുള്ള സ്റ്റോറി? പേരിന്റെ ബാക്കിലുള്ള സ്റ്റോറി എൻ്റെ പേരൻസ് എനിക്ക് തന്ന പേരാണ്. അതങ്ങനെ തന്നെയാണല്ലോ. പക്ഷെ അങ്ങനെ ഒരു പേര് വരാനുള്ള റീസൺ എന്താണെന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. റിനി എന്നുള്ളതാണ് എനിക്കിട്ട പേര്. ആദ്യം അവർ കുറേ പേരിങ്ങനെ ചെക്ക് ചെയ്തിട്ട് എൻ്റെ ഫാദർ ഒരു ജേർണലിസ്റ്റ് ആണ്. അപ്പോൾ ഒരു പ്രശസ്ത ന്യൂസ് റീഡർ ഉണ്ടായിരുന്നു, റിനി ഖന്ന എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു ഇതിലാണ് റിനി എന്നുള്ള പേര് ഇടാൻ തീരുമാനിച്ചത്. ആരാധന കൊണ്ടല്ല, ആ പേര് അന്ന് ഫെയിം ആയിരുന്നു. അപ്പൊ ആ സമയത്ത് ഇങ്ങനെ ട്രെൻഡി ആയി നിൽക്കുന്ന പേരൊക്കെ നമ്മൾ ഇടുമല്ലോ, ആ രീതിയിലാണ് റിനി എന്നുള്ള പേര് സെലക്ട് ചെയ്തത്. പിന്നെ ആൻ എന്നുള്ളത് എൻ്റെ പള്ളിയിലത്തെ പേര് അന്ന എന്നാണ് എൻ്റെ പള്ളിയിലെ നെയിം. അപ്പൊ അത് ആൻ എന്നാക്കി. പിന്നെ ജോർജ് എൻ്റെ ഫാദറിന്റെ നെയിം. അങ്ങനെ റിനി ആൻഡ് ജോർജ്. ഇനി കുടുംബ പേര് എന്താണ്? അതുകൂടെ ആഡ് ചെയ്ത ഒരു വെറൈറ്റി കുടുംബ പേര് എന്താ? ആക്ച്വലി കൂരൻ എന്നാണ് കുടുംബ പേര്. ഓക്കെ, ഫൈൻ. പിന്നെ എന്തൊക്കെയാണ്, നമ്മളൊന്ന് എയറിൽ കയറിയായിരുന്നു കുറച്ച് നാൾക്ക് മുമ്പ്. ഇപ്പൊ എയറിൽ നിന്ന് താഴേക്ക് എത്തിയോ? ഇപ്പൊ എത്തി. സ്വസ്ഥം, സമാധാനം, ഗൃഹഭരണം. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല? ഇല്ലില്ല. അല്ലെങ്കിൽ അന്നേ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കോൺട്രവേഴ്സിയിൽ ഇങ്ങനെ നിന്ന്. പക്ഷെ കമന്റ് ബോക്സുകൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്ത ഒരു വ്യക്തിയാണ് ഇന്ന് എൻ്റെ കൂടെ ഇരിക്കുന്നത്. കമന്റ് ബോക്സ് തുറക്കാൻ പറ്റാത്ത രീതിയിലുള്ള അത്രത്തോളം കാര്യങ്ങൾ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ മുമ്പ് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇതുപോലെ എൻ്റെ കോളേജ് ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് കോളേജ് ലൈഫിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് കുറച്ച് ബുള്ളിങ്ങും അത് അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്തിന്റെ പേരിലായിരുന്നു? നമ്മൾ ഫസ്റ്റ് വന്നപ്പോൾ തന്നെ ഞാൻ എപ്പോഴും അത്യാവശ്യം സ്റ്റൈലിഷ് ആയിട്ട് നടക്കുന്ന ഒരു ആളാണ് ഡ്രസ്സിങ്ങിലൊക്കെ. അത് പൊതുവേ മലയാളികൾ അംഗീകരിക്കാത്ത ഒരു കാര്യം കൂടിയാണ്, ലേഡീസ് കുറച്ച് സ്റ്റൈലിഷ് ആവുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചിരുന്ന കോളേജിലും അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സ്ഥിരം ബുള്ളി ചെയ്യുക, ജാടയാന്ന് പറയുക, അങ്ങനെ. ഇന്നത്തെ ഈ അറ്റയറിൽ എനിക്ക് അത്ര മോശമായിട്ട് തോന്നില്ല. നല്ല ഭംഗിയുണ്ട്, നല്ല സുന്ദരിയായിട്ടുണ്ട്. അത് സൗന്ദര്യത്തിന്റെ ഇഷ്യൂ അല്ല. ഇപ്പൊ ഈ അറ്റയർ കിരൺ ഇച്ചിരി മോഡേൺ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. പക്ഷെ ഈ അറ്റയർ പോലും പലരും അംഗീകരിക്കില്ല. കാരണം ഇപ്പൊ ഷോൾഡർ കൈ കാണുന്നു, സ്ലീവ്ലെസ്. ഇപ്പോൾ മലയാളികൾ മാറിയിട്ടില്ല എന്നാണോ പറയുന്നത്? അതെ, ഒരു വലിയൊരു വിഭാഗം മലയാളികൾ ഇപ്പോഴും മാറിയിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കുറെ പേരൊക്കെ മോഡേൺ ആവുന്നുണ്ട്. പക്ഷെ അങ്ങനെയുള്ളവർ എനിക്ക് തോന്നുന്നു ഇവിടെ ഒക്കെ വിട്ട് പോവാണ് എന്ന് തോന്നുന്നു. കേരളത്തിൽ ആൾക്കാരില്ല. അതെ അതെ അതെ. ഇനിയിപ്പോ ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ എത്ര ആൾക്കാരുണ്ടെന്നുള്ള കാര്യം ഇപ്രാവശ്യത്തിൽ അറിയാം. ഇപ്പോ ഭയങ്കര ഇനി ഇലക്ഷനാണ് വരുന്നത്. കോൺട്രവേഴ്സി ഇറങ്ങി ഏത് പാർട്ടിയുടെ കൂടെ നിൽക്കും? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന പാർട്ടി ഏതാണോ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന വ്യക്തി ഏതാണോ. ഞാൻ അങ്ങനെ ഒരു ഇന്ന പാർട്ടി എന്നുള്ള രീതിയിൽ ഭയങ്കര ഇതുള്ള ഒരാളല്ല. പാർട്ടി എനിക്ക് നേതാക്കന്മാരൊക്കെ ആയിട്ട് പരിചയമുണ്ട്, ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെന്നേ ഉള്ളൂ. ഞാൻ ഇന്ന പാർട്ടിക്കാരിയാണെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഏത് വ്യക്തിയാണോ അല്ലെങ്കിൽ ഏത് പാർട്ടിയിലാണോ നല്ല ആൾക്കാരുണ്ടാവുന്നത്, അല്ലെങ്കിൽ ഞാൻ കാൻഡിഡേറ്റിനെ നോക്കിയിട്ടാണ് വോട്ട് ചെയ്യുന്നത്. എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് ഒരു കാൻഡിഡേറ്റിൽ വേണ്ടത് എന്ന് പറയാനുള്ളത്?
കാൻഡിഡേറ്റിന് ആദ്യം വേണ്ടത് നമുക്ക് അവരുമായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അവർ ലഭ്യത ആയിരിക്കണം, മനസ്സിലായില്ല, അവൈലബിൾ ആയിരിക്കണം. അതാണ് ആദ്യം വേണ്ടത്. കാരണം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ നമുക്ക് ചെന്ന് സംസാരിക്കാൻ പറ്റുന്ന രീതിയിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു വ്യക്തി. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് സീമന് ഇപ്പോഴും കിട്ടണമെന്നില്ലല്ലോ. ഇനി വരാൻ പോകുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പാണല്ലോ. അപ്പോൾ വാർഡ് തെരഞ്ഞെടുപ്പിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞ വാർഡിൽ, നമ്മുടെ വാർഡിൽ ഏറ്റവും ആക്റ്റീവായിട്ട് നിൽക്കുന്ന, നമുക്ക് എപ്പോൾ വേണമെങ്കിലും വിളിച്ചാൽ നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള ഒരാളെയാണ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ആദ്യം ഒരു വാർഡ് ഇലക്ഷനെ സംബന്ധിച്ച് നമുക്ക് വേണ്ടത്. പിന്നെ ഊർജ്ജസ്വലരായിട്ട് കാര്യങ്ങളിലൊക്കെ നിൽക്കുക, പിന്നെ ആത്മാർത്ഥയോടെ നിൽക്കുക. പാർട്ടി ബേസ് എന്നുള്ളതല്ല, കാരണം ഇപ്പോൾ ഒരു പാർട്ടിയെ ബേസ് ചെയ്തിട്ടാണ് ജയിക്കുന്നതെങ്കിൽ പോലും ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ പാർട്ടിക്കാരെന്നുള്ള രീതിയിലല്ല, എല്ലാവരും ഒരുപോലെ കണ്ട് ഇടപെടുന്ന, ഫേവറിസം ഇല്ലാതെ എല്ലാവർക്കും വേണ്ടി ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ ഒരു വ്യക്തിയായിരിക്കണം, ഊർജ്ജസ്വലനായിരിക്കണം. ഇതൊക്കെയാണ് എൻ്റെ ഒരു ഓക്കെ ഫൈൻ. പക്ഷേ ഇപ്പോൾ സ്വന്തം ജീവിതത്തിൽ കുറച്ച് ബാഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ വരുന്ന ആൾക്കാർ അങ്ങനെയാണോ ഇല്ലയെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും? അത് ആക്ച്വലി ഞാൻ പറയുന്നത് ആ പാർട്ടിക്കാരാണ് അത് സെലക്ട് ചെയ്യേണ്ടത് ആളെ. നമുക്ക് ജനങ്ങൾക്ക് ഒരിക്കലും അത് ഇന്ന ആൾ നല്ലതാണോ അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ ആ പാർട്ടിയിലുള്ളൊരു വിലയിരുത്തണം, ക്യാരക്ടർ കൊള്ളാമോ, അവർ ഓക്കെ ആണോ, അവർ എല്ലാ രീതിയിലും, അതായത് കഴിവുണ്ട്, കുറെ പ്രസംഗിക്കും സംസാരിക്കും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ വ്യക്തി ജീവിതത്തിലും അല്പം ക്ലെൻലിനെസ് ഒക്കെ വേണം, കുറച്ച് മാന്യതയും സദാചാരവും ഒക്കെ. ഇരുട്ടായി കഴിഞ്ഞാൽ പല ആൾക്കാരും പല രീതിയിൽ പോകുന്ന ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഉണ്ട് എന്ന് സ്വന്തം ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കിയ ഒരാളാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. അപ്പോൾ അത് എത്രത്തോളം ഒരു സ്ക്രീനിങ് വെച്ചാൽ പോലും അത് എത്രത്തോളം അല്ല, ഞാൻ പറയുന്നത് കുറച്ചൊക്കെ ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാവും, കാരണം മനുഷ്യരാണല്ലോ. അപ്പൊ കുറച്ച് റിലേഷൻഷിപ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും. പക്ഷെ ഒരു അതിര് വിട്ടൊരു പൊളിറ്റീഷ്യൻ ഒരിക്കലും പോകാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമുക്ക് ലേഡീസിനടക്കം പൊളിറ്റീഷ്യനെ അടുത്ത് ചെന്ന് മാന്യമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി ആയിരിക്കണം, അത്രയെങ്കിലും ഒരു പുരുഷ പൊളിറ്റീഷ്യൻ ആയിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു. ഓക്കെ ഫൈൻ. പക്ഷെ ഇതെങ്ങനെ എവിടെയും പറയുന്നില്ല. ഞാൻ പറയാണ്, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിലാണ് കുറേ അലിഗേഷൻസ്, അദ്ദേഹത്തിനെതിരെ സംസാരിച്ചു എന്നാണ് മാധ്യമങ്ങളുമായ, അതായത് ടോപ്പ് ലെവലുള്ള മാധ്യമങ്ങൾ വരെ പറഞ്ഞു. അത് പാൻ ഇന്ത്യ ഒരു സെൻസേഷണൽ ന്യൂസായി മാറിയതാണ്. പക്ഷെ റിനി ആണെങ്കിൽ എവിടെയും അത് പറയുന്നില്ല. പിന്നെ എങ്ങനെ അവിടേക്ക് എത്തി? അത് ആക്ച്വലി പറയുകയാണെങ്കിൽ അതിനകത്ത് ഒരുപാട് സംഭവങ്ങളുണ്ട് ഞാൻ ഇതിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു കാരണം. അതായത് ഞാൻ പഠിച്ചിരുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഒരു സാർ ഉണ്ടായിരുന്നു, ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ അധ്യാപകൻ ചെറുതായിട്ട് ഇങ്ങനെ ഫ്ലേർട്ട് ചെയ്യും, മോശം പെരുമാറ്റങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഞാൻ ഏതൊരു പെൺകുട്ടി എന്ന പോലെ എന്നോടും അങ്ങനെ ഒരു പെരുമാറ്റം ഉണ്ടായിരുന്നു. അപ്പോൾ ഏതൊരു പെൺകുട്ടി എന്ന പോലെ ഞാനതങ്ങ് ഇഗ്നോർ ചെയ്ത് എൻ്റെ കാര്യം നോക്കി അങ്ങ് പോകുന്ന ഒരു സംഭവം. നിങ്ങളുടെ സ്ത്രീകളുടെ ഏറ്റവും വലിയൊരു വീഴ്ച വരുന്നത് അതാ ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ അതിനുശേഷം ആ സ്ഥാപനത്തിൽ നിന്ന് ഞാൻ ഇറങ്ങി ഇപ്പോൾ ഒരു 12 വർഷങ്ങളോളം കഴിഞ്ഞതിന് ശേഷം ഇതേ അധ്യാപകൻ അവിടെയുള്ള മറ്റൊരു പെൺകുട്ടിയോട് വളരെ മോശമായിട്ട് അപ്രോച്ച് ചെയ്യുകയും ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അത് വലിയ വാർത്തയാവുകയൊക്കെ ചെയ്തു, ന്യൂസിലും ഒക്കെ വന്നിരുന്നു. അപ്പോൾ ആ വാർത്ത കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഭയങ്കര ഒരു കുറ്റബോധം ഉണ്ടായി. കാരണം എനിക്ക് ഇതേ അധ്യാപനത്തിൽ നിന്ന് 12 വർഷങ്ങൾക്ക് മുമ്പ് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്. അന്ന് ഞാൻ അതൊന്നും സംസാരിച്ചില്ല. ഞാൻ അതൊരു മറ്റധ്യാപകരോടോ ഒരാളോട് പോലും അത് ഇൻഫോം ചെയ്തില്ല. ഞാൻ എൻ്റെ കാര്യം എല്ലാ പെൺകുട്ടികളെയും പോലെ തന്നെ എൻ്റെ കാര്യം നോക്കി അത് ഞാൻ എൻ്റെതായ രീതിയിൽ അയാളെ മാറ്റി നിർത്തി അങ്ങ് പോന്നു. പക്ഷേ ഇങ്ങനൊരു സംഭവം ഉണ്ടായി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു കുറ്റബോധം തോന്നി. കാരണം ഞാൻ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും പെൺകുട്ടികൾ, ഇപ്പോൾ ഒരു പെൺകുട്ടി അതിനെതിരെ പറഞ്ഞുവെങ്കിൽ അപ്പോൾ ഈ 12 വർഷവും പല പെൺകുട്ടികൾ ഇത് അനുഭവിക്കുകയായിരുന്നു എന്നൊരു ചിന്തൻ. അപ്പോൾ അവരൊക്കെ എൻ്റെ ജൂനിയേഴ്സാണ്. അപ്പം ഞാൻ ആലോചിച്ചു, എൻ്റെ സഹോദരിമാരായിട്ടുള്ള പെൺകുട്ടികൾ പോലും ഇത് ഫേസ് ചെയ്യേണ്ടി വന്നല്ലോ, അതിന് ഞാനും കൂടി ഒരു കാരണമാണല്ലോ എന്ന്. ഐ ആം ഓൾസോ പാർട്ട് ഓഫ് ദാറ്റ് ക്രൈം. അങ്ങനെ ഒരു തോന്നൽ എൻ്റെ ഉള്ളിലുണ്ടായി. അങ്ങനെ ഞാൻ കുറ്റബോധത്തോടെ ഇരിക്കുന്ന സമയത്താണ് ഈ പറയുന്ന യുവ നേതാവിനെ സംബന്ധിച്ചുള്ള ചില വാർത്തകൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ വരാൻ തുടങ്ങിയത്. അപ്പോൾ എനിക്ക് തോന്നി എനിക്ക് ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട്, അപ്പം ഞാനിതൊന്ന് സംസാരിക്കേണ്ടേ. കാരണം പല പെൺകുട്ടികളും ഇതേ പ്രശ്നം അനുഭവിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഐ ഷുഡ് വോയിസ് എന്നൊരു തോന്നൽ വന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഞാനൊരു പോസ്റ്റ് ഇട്ടാലോ എന്നൊക്കെ ചിന്തിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, കാരണം ഈ പറഞ്ഞ പോലെ അതൊക്കെ ഓരോ പ്രശ്നങ്ങളിലേക്കും നമ്മുടെ പേഴ്സണൽ ലൈഫിനെ ബാധിക്കും എന്നൊക്കെ വിചാരിച്ചു ഞാനത് വേണ്ടാന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൗമുദി മൂവീസ് എന്നൊരു ഇൻ്റർവ്യൂവിന് എന്നെ വിളിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ സ്ത്രീകളെ സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങൾ പൊളിറ്റിക്സിലും സിനിമയിലൊക്കെ ഉണ്ടാകുന്ന സ്ത്രീ വിഷയങ്ങളൊക്കെ ഞങ്ങൾ ചോദിക്കും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശരിയെന്നും പറഞ്ഞു. അങ്ങനെ ആ ഇൻ്റർവ്യൂ കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഈ ഒരു സാധനം ഒരു
ടങ് സ്ലിപ്പ് പോലെ തന്നെ വന്നതാണ്. അതായത് ഞാൻ അങ്ങനെ പറയാൻ വേണ്ടി പറഞ്ഞു എന്ന് പറയാൻ പറ്റില്ല, എന്നാ എന്റെ ഉള്ളിൽ ഉള്ളിലെടുക്കുന്ന ആ ഒരു സാധനം ഉണ്ടായിരുന്നു, അതിങ്ങനെ പുറത്തേക്ക് വന്നു പോയത്. ഞാൻ പേർപ്പസ്ഫുള്ളി ചെയ്തതല്ല. പിന്നെ ഇന്റർവ്യൂ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും എനിക്കൊരു ചെറിയ ടെൻഷൻ വന്നു, ഇതിന് എന്തെങ്കിലും ഇഷ്യൂ. അപ്പൊ ഞാൻ വിചാരിച്ചില്ല, ഞാൻ പേരൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, അപ്പൊ അതങ്ങനെ പൊക്കോളും. പിന്നെ കൗമുദി എന്ന് പറയുന്ന ചാനൽ അങ്ങനെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സും, പിന്നെ ഞാൻ ഭയങ്കര ഫേമസ് ഒന്നും അല്ല, എൻ്റെ ഒരു ഇന്റർവ്യൂ ഒരുപാട് പേര് കാണാനുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു അതങ്ങനെ ഇഷ്യൂ ആവില്ല എന്ന് വിചാരിച്ചു. പക്ഷെ അത് വൈറലായി. പക്ഷെ സംഭവിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഭാഗം, ആ ഒരു വീഡിയോ ക്ലിപ്പൊക്കെ അങ്ങ് ഭയങ്കരമായിട്ട് കാട്ടുതീ പോലെ പടർന്നു പോയി. അപ്പൊ ഞാൻ വെച്ചു എന്തിപ്പോ ഇവിടെ സംഭവിക്കുന്നത്, ചില സിനിമയിലെ ഡയലോഗ് അതുപോലെ ആയിപ്പോയി ഞാൻ. പിന്നെ അതങ്ങ് ഇതായി. അപ്പോഴേക്കും മെയിൻ സ്ട്രീം ചാനലുകളൊക്കെ അതെടുത്തു, അവരെന്നെ വിളിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, വേണ്ട, അത് ഞാൻ അങ്ങനെ പറഞ്ഞു പോയി എന്നുള്ളൂ, ഞാൻ പേര് പറയാനോ അങ്ങനെ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഞാൻ പറയുന്നത് അവിടെ ഒന്നും പേര് പറഞ്ഞിട്ടില്ല, പിന്നെ എങ്ങനെ അതിലേക്ക് പോയിന്റ് ഔട്ട് ചെയ്തു. അപ്പൊ ഞാനത് അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല എന്നുള്ള സാധനം ഞാൻ പറഞ്ഞു അവരുടെ അടുത്ത്. അപ്പൊ അവർ പറഞ്ഞു, ഇല്ല, ഒരു പ്രശ്നവും ഇല്ല, ഞങ്ങളിങ്ങനെ ജസ്റ്റ് ഒരു മൈക്ക് ഇങ്ങനെ പിടിക്കും, റീനി ഒന്ന് ജസ്റ്റ് നിന്ന് പറഞ്ഞു. കാരണം ഞങ്ങളുടെ ഹെഡ് ഓഫീസിൽ നിന്നൊക്കെ അങ്ങനെ അറിയിച്ചിട്ടുണ്ട്, അപ്പൊ കുട്ടിയുടെ ഒരു ബൈറ്റ് വേണം, അത്യാവശ്യമാണ്, അല്ല പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി, ഇവരെന്റെ വീട്ടിലേക്ക് വന്നു. ശരിക്കും പറഞ്ഞാൽ പലരും വിചാരിക്കുന്നത് ഞാനെന്തോ പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞു എന്നൊക്കെ. അങ്ങനെയൊന്നല്ല, ഇവരെന്റെ വീട്ടിലേക്ക് വരുവാ ചെയ്തത്. ആ സിറ്റുവേഷൻ. അപ്പൊ ഇവര് മൈക്കായിട്ട് ഞാൻ അപ്പോഴും പറഞ്ഞു, ഞാൻ അങ്ങനെ നിയമപരമായിട്ട് പോകാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. ശരിക്കും ടങ് സ്ലിപ്പ് പോലെ പറഞ്ഞു പോയൊരു സാധനമാണ്, അത് വിടാവുന്ന ഒരു വിഷയം. പിന്നെ അവര് പറഞ്ഞു, ഇല്ല റീനി അതുപോലെ തന്നെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ജസ്റ്റ് പറഞ്ഞു. അപ്പൊ അവർ കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു, ഞാൻ അതിനെന്തൊക്കെയോ മറുപടികൾ പറഞ്ഞു. അതാണ് ആക്ച്വലി സംഭവിച്ചത്. അല്ലാതെ ഞാൻ അതിനകത്ത് ഒരു പർപ്പസ്ഫുള്ളി അങ്ങനെ പറയാൻ വേണ്ടി പറഞ്ഞതല്ല. ഇത്രയും വലിയൊരു ഇതിലേക്ക് പിന്നീട് ഞാൻ നോക്കി കഴിയുമ്പോ വേറെ പലരും പറയുന്നു ഓഡിയോസ് വരുന്നു, എന്തൊക്കെയോ ഓഡിയോ വരുന്നു. പക്ഷെ എനിക്ക് അതിനകത്ത് ഒരു സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരു നിമിത്തമായി കുറേ എനിക്ക് അന്ന് ഞാൻ പഠിക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റി. കുറേ പെൺകുട്ടികൾ നമ്മളുടെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു, പക്ഷെ ഈ വാർത്ത വന്നപ്പോൾ ഇതൊരു ഞങ്ങളിതിൽ പെട്ടോ എന്ന് മനസ്സിലായി. പലരും അതിൽ നിന്ന് രക്ഷപ്പെട്ടവരുണ്ട്. അപ്പം അത് നമ്മൾ വിളിച്ചു പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ശരിക്കും പറഞ്ഞാൽ എന്നെ ഒരുപാട് പേര് കളിയാക്കുകയും അപമാനിക്കുകയും ഇൻസൾട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഒരുപാട് പെൺകുട്ടികൾക്ക് ഇതിൽ നിന്നൊരു രക്ഷയുണ്ടായി എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ആത്മസംതൃപ്തിയാണ്. പിന്നെ ആ യുവനേതാവിൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഒരിക്കലും അയാൾ അങ്ങനെ തകർന്നു പോകണമെന്നോ നശിക്കണമെന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഇനി ഒരിക്കലും അയാൾ ഒരു സ്ഥലത്തും വന്ന് പ്രസംഗിക്കരുത്, ഒരു സ്റ്റേജിലും വരരുത്, അങ്ങനെയൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അയാളൊരു ബെറ്റർ പേഴ്സൺ ആവണം, ഇതൊരു ലെസൺ ആയിട്ട് ആ വ്യക്തി സ്വയം തിരുത്തണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. പിന്നെ എൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, രാഷ്ട്രീയ നേതാക്കന്മാർ, യുവ നേതാക്കന്മാർ ഇങ്ങനെ ആകരുത് എന്നൊരു യുവ നേതാക്കന്മാർ മാത്രമാണോ ഇങ്ങനെ ചെയ്യുന്നവരെന്ന് തോന്നുന്നുണ്ടോ? അവരാണല്ലോ ഇനി വരുന്നവര്. അപ്പൊ അവർക്ക് ഞാനൊരു അവരെ ആയിട്ടാണ് നമുക്ക് കൂടുതൽ കമ്പനി. ഒരുപാട് നമുക്ക് തിരുത്താൻ പറ്റില്ലല്ലോ, അതൊക്കെ കഴിഞ്ഞ കേസുകൾ. തലമൂത്ത ആൾക്കാർ വരെ എന്നോട് പലരും പറയാറുണ്ട്, മറ്റു പാർട്ടികളിൽ ഇങ്ങനെയുള്ളവരില്ലേ, എന്താണ് റീനി അതിനെ കുറിച്ച് പ്രതികരിക്കാത്തത്? അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ, അതെനിക്ക് നേരിട്ടറിയില്ല. ഞാൻ നേരിട്ടറിയാത്ത ഒരു കാര്യത്തിലാണ് സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ. അതന്നെ, എനിക്കിപ്പോ നിയമപരമായിട്ട് പോകണോ വേണ്ടെന്ന് ഞാൻ തീരുമാനിക്കും. എന്തുകൊണ്ട് അങ്ങനെ പോവാതിരിക്കാനുള്ള റീസൺ, ലൈക്ക് പോയിട്ട് കാര്യമില്ല എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ? അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് എനിക്കുണ്ട് ആക്ച്വലി. കാരണം പല കേസുകളിലും നീതി കിട്ടുന്നില്ല എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. നമ്മുടെ നിയമവ്യവസ്ഥയില് സ്ത്രീകൾക്ക് നീതി ലഭിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതായത് പറയുമ്പോൾ നിയമത്തില് സ്ത്രീ ഇതായിട്ടാണ് നിയമങ്ങൾ നിൽക്കുന്നത്, സ്ത്രീകൾക്ക് അനുകൂലമായിട്ടാണ്. പക്ഷെ കാര്യത്തിൽ അങ്ങനെയാണ് പല കേസുകളിലും എനിക്ക് അങ്ങനെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നിയമത്തിന്റെ വഴികൾ നോക്കുമ്പോൾ സ്ത്രീകൾക്കാണ് കൂടുതൽ മുൻതൂക്കം. പക്ഷെ കാര്യത്തിൽ അത് ഉണ്ടോ എന്നുള്ളതാണ്. പക്ഷെ അത് മിസ്യൂസ് ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളില്ലേ നമ്മുടെ ഈ സമൂഹത്തിൽ? മിസ്യൂസ് എനിക്കറിയില്ല അതിനെ കുറിച്ച്. കാരണം എന്താണെന്ന് വെച്ചാൽ ഉണ്ടാവാം എന്ന് മാത്രം. പക്ഷെ മിസ്യൂസ് ചെയ്യുന്ന സ്ത്രീകളെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടായി സമൂഹത്തിൽ ജീവിക്കാൻ തന്നെ. ടു ബി വെരി, ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ടോ? യെസ്, ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു ചലഞ്ച് ഫേസ് ചെയ്തിട്ടുണ്ടല്ലോ? ഇപ്പോഴും ഉണ്ട്. കാരണം നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വിഷമം ഉണ്ടായാൽ അത് നമ്മൾ അറിയാതെ പറഞ്ഞാൽ പോലും എന്തുമാത്രം നമ്മൾ അപമാനിക്കും എന്നുള്ളത് കണ്ടില്ലേ? ഇപ്പൊ എന്നെ തന്നെ എന്തെല്ലാം നെയിംസ് ഉപയോഗിക്കുന്നു. ഞാൻ ഒരാളുടെ പേര് പറഞ്ഞ അയാളെ അപമാനിച്ചിട്ടൊന്നുമില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാനിങ്ങനെ നമ്മൾ സംസാരിക്കുന്ന പോലെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്കിങ്ങനെ ഇപ്പൊ ഞാനൊരു അധ്യാപകന്റെ കാര്യം പറഞ്ഞു.
അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ ഈ കാര്യം കൊണ്ട് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് നമ്മുടെ നിയമത്തിൻ്റെ ഈ ഒരു വലിയൊരു ഡ്രോബാക്ക്. ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തന്നെ ഞാൻ സൈബർ കേസ് കൊടുത്തിരിക്കുന്നതെന്ന് എന്നെ വിളിക്കുക 2 വർഷം കഴിഞ്ഞിട്ടാണെന്നാണ് ഞാൻ അറിഞ്ഞത്. മീൻസ് അതിന്റെ കാര്യങ്ങൾ എന്തായിരുന്നു ആ കേസ്? അല്ല, അതങ്ങനെ എന്നോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 2 വർഷം കഴിയുമ്പോൾ എന്റെ സാഹചര്യം എന്താണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഞാൻ ഈ ഒരു വിഷയമായിട്ട് ഒരു കണക്ഷനും ഇല്ലായിരിക്കും. അപ്പൊ പിന്നെ എന്തായാലും കാര്യം നീതി അപ്പൊ തന്നെ കിട്ടണ്ടേ, അല്ലാതെ കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് അത് അതിനകത്ത് കുറെ ഡിഫക്ട്സ് ഉണ്ട് ഇപ്പോഴത്തെ ഒരു എനിക്ക് തോന്നുന്നു UAE പോലത്തെ കൺട്രീസിൽ പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കുന്ന പോലെ നമ്മുടെ നാട്ടിലും വന്നു കഴിഞ്ഞാൽ ക്രൈം റേറ്റ് കുറയും എന്ന് എനിക്ക് തോന്നുന്നു. വാട്ട് അബൌട്ട് യു? അതെ, എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് നിയമം കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് പോകണം എന്നുള്ളത്. പിന്നെ എനിക്ക് തോന്നുന്നു പലപ്പോഴും ഈ പ്രതിയായിട്ട് നിൽക്കുന്നവർക്ക് രക്ഷപ്പെടാനുള്ള അവസരങ്ങളും ധാരാളം ഉണ്ടാവുന്നു എന്നുള്ളൊരു പ്രശ്നവും കൂടിയുണ്ട്. കാരണം പലപ്പോഴും നമുക്ക് ഇതെല്ലാം പ്രൂവ് ചെയ്യാൻ പറ്റണമെന്നുമില്ല. ഇപ്പോൾ ഒരാൾ നമ്മളെ ഒരു മുറിയിലേക്ക് കൊണ്ടുപോയിട്ടാണ് ഇങ്ങനെ ഒരു റേപ്പ് സിനാരിയോ ആണെങ്കിൽ അതെല്ലാം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടാവണം എന്നില്ല. ഐ മീൻ അത് തെളിയിക്കാൻ ചില സാഹചര്യങ്ങളിൽ എല്ലാം തെളിയിക്കാൻ പറ്റണമെന്നില്ല. അങ്ങനെയൊക്കെ വരുമ്പോഴുള്ളൊരു ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ എല്ലാം നമുക്കറിയില്ലല്ലോ ഇങ്ങനെ സംഭവിക്കും, അവിടെ നമ്മളിതെല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കണം. അല്ല, അങ്ങനെയല്ല. ഇപ്പൊ പീഡിപ്പിച്ചു എന്നൊരു സ്ത്രീ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തെളിവുകളുടെ ആവശ്യമില്ല. നമ്മുടെ ഇപ്പോഴത്തെ നിയമ വ്യവസ്ഥയിൽ അങ്ങനെയാണ്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല, കോടതിയിൽ അത് പ്രൂവ് ചെയ്യണം. നമുക്ക് പറയാമെന്നല്ലേ ഉള്ളൂ. ഇപ്പൊ ഇപ്പൊ റേപ്പ് ആണെങ്കിൽ പിന്നെ നമുക്ക് എനിക്കൊന്ന് മെഡിക്കൽ ചെക്കപ്പിൽ അത് മനസ്സിലാക്കാൻ പറ്റും. അല്ലാതെ എന്തെങ്കിലും ഒരു മോശമായ ഒരു ഇതാണെങ്കിൽ നമുക്കത് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല പല കാര്യങ്ങളും. അപ്പൊ പ്രൂവ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യും? അതൊരു ഇഷ്യൂ ആണ്. നമ്മുടെ നിയമവ്യവസ്ഥ മൊത്തത്തിൽ മാറേണ്ടിയിരിക്കുന്നു എന്നാണ് റിനി പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ അറിയിക്കുക. അതൊരു ഫാക്ട് തന്നെയാണ്. നിയമവ്യവസ്ഥയേക്കാൾ കൂടുതൽ സമൂഹത്തിന്റെ ചിന്താഗതി മാറണം എന്നുള്ളതാണ്. കാരണം സ്ത്രീയെ കുറിച്ചുള്ള സാമൂഹിക ചിന്താഗതി ഭയങ്കര ബാക്ക്വേർഡ് ആണ് ഇപ്പോഴും. എനിക്ക് മലയാളികൾ പ്രബുദ്ധ ജനങ്ങൾ എന്നൊക്കെ പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ പ്രബുദ്ധരാണോ? എനിക്ക് സംശയമാണ്. എല്ലാവരും എന്നല്ല, കുറെ പേരെങ്കിലും അങ്ങനെയാണ്. പക്ഷെ അങ്ങനെ ഒരു തോട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വ്യവസ്ഥ കൊണ്ടുവന്നത് ഈ സ്ത്രീകൾ തന്നെയല്ലേ എന്ന് ഞാൻ തിരിച്ചു ചോദിച്ചാൽ അതെ അതെ തീർച്ചയായിട്ടും ആണ്. അതിനൊരു ഉത്തരം എന്താണ്? അതായത് പാട്രിയാർക്കിനെ കൊണ്ടുപോകുന്നത് സ്ത്രീകൾ തന്നെയാണ്. അപ്പൊ നമുക്കൊരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ പലപ്പോഴും പുരുഷന്മാർ ഭയങ്കര സപ്പോർട്ടും സ്ത്രീകൾ നമുക്ക് എതിരെ നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു ഇഷ്യൂ വന്നപ്പോൾ തന്നെ പല അമ്മമാരും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഞാൻ കണ്ടിരുന്നു, വീഡിയോസ് കണ്ടിരുന്നു. അതെ, ഇപ്പൊ ഈ അമ്മമാരെന്ന് പറയുന്നവര് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, അവർ ആൺമക്കളുടെ മാത്രം അമ്മമാരാ, ആണുങ്ങളുടെ മാത്രം അമ്മമാരാ. പെണ്ണുങ്ങളുടെ കാര്യം വരുമ്പോൾ അവരൊക്കെ മരുമക്കളോടുള്ള ആറ്റിറ്റ്യൂഡ് പോലെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികളെ കുറിച്ച് അവർ കെയറിങ് അല്ല. എല്ലാ അമ്മമാരോടുള്ള ചോദ്യമാണ്, ശ്രദ്ധിക്കുക. മനസ്സിലായില്ലേ? ഇപ്പൊ ഞാനൊരു സ്ത്രീ എന്നുള്ള നിലയിൽ പൊതുവെ നമ്മളൊരു ബഹുമാനം കൊടുക്കണം എന്നുള്ളതാണ്. ഇപ്പൊ എനിക്കൊരു മകൻ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ അങ്ങനെ പഠിപ്പിച്ചാൽ വളർത്തുള്ളൂ. ഇനി അവൻ ഒരു വലുതായി കഴിഞ്ഞിട്ട് ഒരു സ്ത്രീയോട് മോശമായി പെരുമാറിയെന്ന് ഞാൻ അറിഞ്ഞാൽ ഞാൻ അവനോടും ക്ഷമിക്കില്ല ഒരു കാരണവശാലും. അതായത് എൻ്റെ മകനാണെങ്കിൽ പോലും ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ സ്വന്തം മക്കളോട് തന്നെയായിരിക്കും, ഏറ്റവും അടുപ്പം അല്ലേ? അപ്പോൾ സ്വന്തം മകൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്താൽ പോലും ഞാൻ ക്ഷമിക്കില്ല എന്നുള്ളതാണ് എൻ്റെ ആറ്റിറ്റ്യൂഡ്. അറ്റ് ദ സെയിം ടൈം മകള് ഒരു പുരുഷൻ്റെ അടുത്ത് മോശമായിട്ട് പ്രവർത്തിച്ചാൽ വാട്ട് വിൽ യു ഡു? അല്ല, ആരാണെങ്കിലും ആരോടും മോശമായിട്ട് പെരുമാറാൻ പാടില്ലല്ലോ. ഈ ബഹുമാനം കൊടുക്കുക, അല്ല ആ ബഹുമാനം കൊടുക്കുക എന്ന് പറയുമ്പോൾ ഏത് രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ താങ്കളായിട്ട് സംസാരിച്ചു, റീനായിട്ട് ഞാൻ കുറച്ച് പേരായിട്ട് സംസാരിക്കുന്നു, എന്തെങ്കിലും ബഹുമാന കുറവ് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഉദ്ദേശിച്ച ബഹുമാനം അതല്ല. ഞാൻ ഉദ്ദേശിച്ചത് ഒരു സ്ത്രീയോട് സെക്ഷുവലി ഉള്ള ബിഹേവിയേഴ്സ് ആണ്. അതായത് സെക്ഷൽ ആയിട്ട് സംസാരിക്കുക, മോശമായ വാക്കുകൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിലുള്ള സംസാരങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ സംസാരിച്ചത്. അല്ലെങ്കിൽ റേപ്പ് ചെയ്യുക, ഉപദ്രവിക്കുക, അത് ബഹുമാനക്കുറവല്ല, അത് വൃത്തികെട്ട സ്വഭാവം എന്ന് പറയാല്. അത് ചെറുപ്പത്തിലേ തുടങ്ങി അത് നമ്മൾ പഠിപ്പിക്കും. ബഹുമാനിക്കണം എന്ന് പറഞ്ഞ് പഠിപ്പിച്ചാൽ മാത്രമേ അങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായി? അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ഞാനിപ്പോ യുവ നേതാവിന്റെ കാര്യം പറയാം, അല്ലെങ്കിൽ ആരുടെങ്കിലും കാര്യം പറയുമ്പോൾ എനിക്കൊരു മകൻ ഉണ്ടായാലും ഞാൻ ഇത് തന്നെ ചെയ്യുള്ളൂ. ഞാൻ ചിലപ്പോൾ തല്ലിക്കൊല്ലും എന്റെ മകനാണെങ്കിൽ. കാരണം എന്റെ സ്വന്തം രക്തമായ ഒരു കുട്ടി ഒരു സ്ത്രീയെ ഉപദ്രവിച്ചു എന്ന് കേട്ട് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ അങ്ങനെ ഒരു ആക്ഷൻ എടുത്തുനിന്ന് വരും. അത് എഴുതി വെച്ചോ, ഞാൻ അത്രയ്ക്കും ആ കാര്യത്തിൽ ഭയങ്കര ഇതായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അതായത് ഒരു കാരണവശാലും തൻ്റെ മകൻ ഒരു തെറ്റ് ചെയ്താൽ, ഒരു സ്ത്രീകൾക്ക് എപ്പോഴും പറ്റുന്നത് ആണുങ്ങളോട് അല്ലെങ്കിൽ ആൺകുട്ടികളോട് ഭയങ്കര സോഫ്റ്റ് കോർണർ ബിഹേവിയർ ആണ്. അതാണ് ഞാൻ ഈ അമ്മമാരുടെ വിഷയം പറയുന്നത്. പൊതുവിൽ ഇപ്പോഴും അങ്ങനെയുള്ളവരുണ്ട് എന്നുള്ളതാണ്. അതായത് സ്വന്തം പെൺമക്കൾ എന്ന് പറഞ്ഞാൽ എന്തോ മരുമക്കൾ പോലെയാണ്. അവര് പറയുന്നതൊക്കെ അയ്യോ എന്റെ മോനെ വിഷമിപ്പിച്ചു എന്ന് ചിന്തിക്കുന്ന ഒരു രീതിയിലേക്കാണ് സമൂഹത്തിൽ എല്ലാവരും അങ്ങനെയില്ല.
കുറച്ച് പേര് അതെ. ഓക്കെ. അപ്പൊ അവരോട് എനിക്ക് പറയാനുള്ളത്, ഇവര് കുലസ്ത്രീകൾ പോലത്തെ ആൾക്കാരൊക്കെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് എടുക്കുന്ന പലരും ഉണ്ട്. അപ്പൊ അവരോട് എനിക്ക് പറയാനുള്ളത്, ഈ മഹാഭാരതം എന്ന് പറയുന്ന നമ്മുടെ ഒരു ഇതിഹാസം ഉണ്ടല്ലോ, ഈ ഇതിഹാസത്തിൽ കുന്തി ദേവി എന്ന് പറഞ്ഞിട്ടൊരു അമ്മ കഥാപാത്രം, അവരെയാണ് സ്ത്രീരത്നം എന്ന് വിളിക്കുന്ന ഒരു സ്ത്രീയാണ് അവര്. അവര് അവരുടെ സ്വന്തം മരുമകളെ അപമാനിച്ചപ്പോ അതിന് പകരം ചോദിക്കണമെന്ന് മക്കളോട് പറഞ്ഞ സ്ത്രീയാണ്. അപ്പൊ ഓപ്പോസിറ്റ് നിൽക്കുന്ന അവരുടെ തന്നെ മകൻ കർണനാണ്. അപ്പൊ കർണനും അർജുനും തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ അർജുനൻ അല്ലെങ്കിൽ കർണൻ മരിക്കും. സ്വാഭാവികമായിട്ടും കർണൻ മരിക്കും എന്നുള്ളത് തന്നെയാണ് അവർക്കറിയാം. എന്നിട്ട് പോലും ആ യുദ്ധത്തിൽ നിന്ന് പിന്മാറണം എന്ന് പറഞ്ഞില്ല. എന്നിട്ട് പോലും ആ സ്ത്രീയുടെ അഭിമാനത്തിന് വേണ്ടി പോരാടണം എന്ന് പറഞ്ഞു. അപ്പൊ ഇതുപോലുള്ള ആൺമക്കളെ മാത്രം സ്നേഹിക്കുന്ന അമ്മമാർക്ക് ഒരു മഹാഭാരത സീരിയല് സ്റ്റോറി തീർച്ചയായിട്ടും നല്ലൊരു പോയിന്റ് ആണ് പറഞ്ഞത്. കൊടുക്കുന്ന ഒരു കാര്യം അതാണ്. കാരണം അവര് പെൺകുട്ടിയുടെ കാര്യം പറയുമ്പോ അവൾ എന്തിനു പോയി, അവൾ എന്തിനു അങ്ങനെ ചെയ്തു എന്നൊക്കെ ചോദിക്കും. ഒരു ചൊല്ലുണ്ട്, ഇല വന്ന് മുള്ളി വീണാലും മുള്ളു വന്ന് ഇല വീണാലും കേട് ഇലക്കാണ് എന്നുള്ള ചൊല്ലാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതായത് പുരുഷന്മാര് അവരുടെ വികാരങ്ങളെ അവരും നിയന്ത്രിക്കണം. സ്ത്രീകൾ മാത്രം നിയന്ത്രിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് രണ്ടു കൂട്ടരും ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഞാനൊരു സ്ത്രീ എന്നുള്ള നിലയിൽ ഞാൻ പെൺകുട്ടികളോട് പറയും, നിങ്ങൾ വിവാഹം കഴിക്കും എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോഴേക്കും ഈ വക രീതിയിലേക്ക് പോകരുത്. അതുകൊണ്ടാണ് പലരും ചതിക്കുന്നത്. അങ്ങനെ പോകരുത്. അതുപോലെ തന്നെ പുരുഷന്മാരോടും പറയും, നിങ്ങൾ ബഹുമാനിക്കണം. ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ കൊടുത്തും ഇതുപോലുള്ള മോശമായ പ്രവൃത്തികൾ നിങ്ങളും ചെയ്യരുത്. രണ്ടു കൂട്ടരോടും നമ്മൾ പറയും.